ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഈയിടെയായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വൈറൽ ബ്രെഡ് റെസിപ്പി ആയിട്ടാണ്. ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട, നല്ല അടിപൊളി ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാകും. അത് തന്നെയല്ല, ഇത് നമ്മൾ നല്ല ചൂടോട് കഴിക്കുമ്പോഴത്തേക്ക് വായിലിട്ടാൽ അലിഞ്ഞു പോകുക എന്നൊക്കെ പറയില്ലേ, അതേ ഒരു ടെക്സ്ചർ തന്നെയാണ് ഈ ഒരു റെസിപ്പിക്ക്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പം നമ്മുടെ ബ്രെഡ് റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഞാനിതാ ഇതുപോലൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് ബ്രെഡ് വെച്ച് 2 സൈഡ്, ഇപ്പം ഞാനിവിടെ 2 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ 3 4 എത്ര ബ്രെഡ് വേണമെങ്കിലും ഇങ്ങനെ വെക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിനുള്ളിലേക്ക് സാധാരണ എല്ലാവരും ഇപ്പോഴത്തെ വൈറലായ ബ്രെഡ് റെസിപ്പിക്ക് നമ്മൾ ഇതിനകത്ത് റോബസ്റ്റ് പഴമോ അല്ലെങ്കിൽ ഞാലിപ്പൂവനോ നമുക്കിഷ്ടമുള്ള പഴം നമ്മൾ നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ട് പേസ്റ്റ് ചെയ്തിട്ട് അതിനുള്ളിലേക്ക് വെക്കാറുണ്ട്. ഇപ്പം ഞാൻ പഴം വെക്കുന്നില്ല, എല്ലാവർക്കും പഴത്തിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമല്ലല്ലോ. അതിനുശേഷം നമുക്ക് ഈ ബ്രെഡിൻ്റെ 2 വശം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ ഫില്ലിംഗ് ഒന്നും വെച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ അങ്ങനെ ഫില്ലിങ് കൊടുക്കാനാണ്. ഇനി അല്ലെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ഇതിൻ്റെ 2നും നടുക്കായിട്ട് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ 2 ഭാഗം നന്നായിട്ട് നമുക്കൊന്ന് മുരിച്ചെടുക്കണം. ഓവറായിട്ടങ്ങ് ഹൈ ഫ്ലെയിമിലൊന്നും വേണ്ട, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ എല്ലാ ഭാഗത്തോട്ടും ഇതുപോലൊക്കെ ഒന്ന് കറക്കിയെടുക്കുമ്പോഴത്തേക്ക് ആ നെയ്യ് എല്ലാ ഭാഗത്തും അങ്ങ് പറ്റി നന്നായിട്ട് നന്നായിട്ട് നമ്മുടെ ബ്രെഡ് റോസ്റ്റായി കിട്ടുന്നതാണ്. ഇനിയിപ്പം ഇതിലേക്ക് നമ്മൾ നെക്സ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ്. നമ്മൾ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് പാലും അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ മധുരത്തിന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ നിങ്ങൾ പഞ്ചസാര ആഡ് ചെയ്താൽ മാത്രം മതി. എന്ത് ചെയ്താലും 2 രീതിയിൽ ചെയ്താലും അടിപൊളി ടേസ്റ്റാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആദ്യം ആ ബ്രെഡിന് മുകളിലേക്ക് കുറേശ്ശെയായിട്ട് ഈ പാലൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ പുറം ഭാഗത്തായിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ താഴത്തെ ബ്രെഡിലേക്ക് നന്നായിട്ട് ഈ പാൽ മുഴുവനും അങ്ങ് പിടിച്ചോളും. അതിനുശേഷം നമുക്ക് ജസ്റ്റ് നമ്മൾ ഇതുപോലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആ ബ്രെഡിലേക്ക് ഈ പാൽ മുഴുവനും അങ്ങ് അബ്സോർവ് ആയിക്കോളും. അപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിക്കോളും താഴെ ഇരിക്കുന്ന ബ്രെഡ്. ഇനിയിപ്പം നമുക്ക് ഈ പാൽ മുഴുവനും ഇതുപോലെ ബ്രെഡിലേക്ക് ആവത്തക്ക രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ജസ്റ്റ് ആ പാൽ കിടക്കുന്ന ഭാഗത്തേക്ക് ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒന്ന് മൂവി ചെയ്ത് കൊടുത്താൽ മതി. അന്നേരത്തേക്ക് ആ പാൽ മുഴുവനും അതിലേക്ക് അബ്സോർവ് ആയിക്കോളും. അതിനുശേഷം നമുക്ക് ഇനി ഈ സെയിം പ്രൊസീജിയർ നമുക്ക് ഈ ബ്രെഡ് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ചെയ്യേണ്ടതാണ്. ഇതുപോലെ തന്നെ ഇതിന് മുകളിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം പുറം ഭാഗത്തായിട്ട് ഇതുപോലെ പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ മൂവ് ചെയ്യിച്ച് ആ പാൽ മുഴുവനും ആ താഴത്തെ ബ്രെഡിലും അങ്ങനെ പറ്റത്തക്ക രീതിയിൽ നമ്മൾ ഫുള്ളായിട്ട് അങ്ങൊന്ന് എല്ലായിടത്തോട്ടും മൂവ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആദ്യമൊക്കെ നമ്മുടെ ബ്രെഡ് നല്ല റോസ്റ്റ് ആയിരിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു ഡ്രൈ ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. നമ്മൾ ഈ പാലൊഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റാണ്. അപ്പം നമ്മളിത് മറിച്ചിടുന്ന സമയത്തും മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്ന സമയത്തും ഒക്കെ വളരെ സൂക്ഷിച്ച് വേണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകും. അത്രയ്ക്ക് സോഫ്റ്റാണ്. നമ്മൾ ഈ ഒഴിച്ച പാല് മുഴുവനും ഇതിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഇത് എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അകത്ത് ഫില്ലിങ് വെക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി അങ്ങനെ ഒരു ഫില്ലിങ്ങും ഇല്ലെങ്കിലും ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല. ചൂടോടുകൂടി കഴിക്കണമെന്ന് മാത്രമേ, നമ്മൾ തണുത്തിട്ട് കഴിക്കാൻ നിൽക്കരുത്. ചൂടോടുകൂടി കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ആർക്കും തന്നെ ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഒരു ചാൻസും ഇല്ല. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഇപ്പം നമ്മളിത് ഉണ്ടാക്കിയേക്കുന്നത് വെറും 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ്. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോഴാണെങ്കിലും അത്രയ്ക്ക് സോഫ്റ്റാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ചില ക്യാപ്ഷനൊക്കെ കേട്ടിട്ടില്ലേ, വായിലിട്ടാൽ അലിഞ്ഞു പോകും, അത് തന്നെ ഐറ്റം. അത്രയ്ക്ക് സോഫ്റ്റാണ്. നമ്മൾ ഒഴിച്ച് ആ പാൽ മുഴുവനും നന്നായിട്ട് ഈ ബ്രെഡിൽ അബ്സോർബ് ആയിട്ട് നല്ല കിടു ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുറഞ്ഞ ചേരുവ കൊണ്ട് വെറും 5 മിനിറ്റിൽ ഉണ്ടാക്കിയ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുന്നു. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ബ്രെഡ് റെസിപ്പി ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നതും. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.